ഹലോ ഗൈസ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ദ ഗവർണർ ആർട്ടിക്കിൾ 153 തുടങ്ങി 162 വരെയുള്ള ആർട്ടിക്കിളാണ്. അതായത് പാർട്ട് 6 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലുള്ളവർ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 153 തുടങ്ങി 162 ഗവർണറിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ്. ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നോമിനൽ ഹെഡാണ്. റിയൽ എക്സിക്യൂട്ടീവ് പവർ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ്. ആർട്ടിക്കിൾ 163 പ്രകാരം ഗവർണർ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രകാരം ആക്ട് ചെയ്യണം. ഗവർണറുടെ ഒഫീഷ്യൽ റെസിഡൻസ് രാജ്ഭവനാണ്. പിന്നെ അപ്പോയിൻമെൻറ്റ് ആർട്ടിക്കിൾ 153 ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഗവർണർ ഉണ്ടാകും. ഓരോ വ്യക്തിക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേറ്റ്സിൻ്റെ ഗവർണർ ആകാം. ആർട്ടിക്കിൾ 155 ഗവർണറിനെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യും. ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 157 പറയുന്നത് ഗവർണർ ആവാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ പറയണത് ടേം ഓഫ് ഓഫീസ് ആർട്ടിക്കിൾ 156 പറയുന്നത് 5 years ടേം ആയിരിക്കണം. പിന്നെ പ്രസിഡൻറ്റിൻ്റെ പ്ലഷർ വരെ ഓഫീസിലിരിക്കണം. പ്രസിഡൻറ്റിന് റിസൈനേഷൻ കൊടുക്കണം. പ്രസിഡൻറ്റ് എപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, പിന്നെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാം. ഗവർണർ ഇല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ടെമ്പററി ഡ്യൂട്ടി ചെയ്യും. ഇനി എന്തൊക്കെ കണ്ടീഷൻസാണ് കണ്ടീഷൻസ് ഓഫ് ഓഫീസ് ആർട്ടിക്കിൾ 158. അതായത് വേറെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. MP അല്ലെങ്കിൽ MLA ആവാൻ പറ്റില്ല. സാലറി ആൻഡ് അലവൻസസ് സെക്കൻഡ് ഷെഡ്യൂളിൽ പ്രകാരമായിരിക്കും. ഒരു ഗവർണർ 2 സ്റ്റേറ്റ്സിൽ ആണെങ്കിൽ സാലറി പ്രസിഡൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് റേഷ്യോയിൽ ഷെയർ ചെയ്യും. പിന്നെ ഓത്തിൽ ആർട്ടിക്കിൾ 159 പറയുന്നത് ഗവർണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് മുന്നിൽ എടുക്കും. ഇനി പവേഴ്സ് ഓഫ് ഗവർണർ, അതിൽ എക്സിക്യൂട്ടീവ് പവറാണ് ആദ്യത്തെ. അതിൽ ഗവർണർ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും, മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യും, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യും, സ്റ്റേറ്റ് PSC ചെയർമാൻ ആൻഡ് മെമ്പറിനെ അപ്പോയിൻറ്റ് ചെയ്യും, യൂണിവേഴ്സിറ്റീസിൻ്റെ ചാൻസലറായി വൈസ് ചാൻസലറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. രണ്ടാമതാണ് ലെജിസ്ലേറ്റീവ് പവർ. ലെജിസ്ലേറ്റീവ് പവറിൽ പറയുന്നത് പവറിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഫസ്റ്റ് സെഷനിൽ അഡ്രസ്സ് ചെയ്യും, ലെജിസ്ലേറ്റർ സമൺ ചെയ്യും, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ചെയ്യും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ 1/6 മെമ്പർ നോമിനേറ്റ് ചെയ്യും. ആർട്ടിക്കിൾ 213 പ്രകാരം ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യണം. ആർട്ടിക്കിൾ 201 പ്രകാരം ബിൽസ് പ്രസിഡൻറ്റിനെ റിസർവ് ചെയ്യണം. പിന്നെ ഫിനാൻഷ്യൽ പവേഴ്സാണ് പറയുന്നത്. സ്റ്റേറ്റ് ബഡ്ജറ്റ് ഗവർണറിൻ്റെ റെക്കമെൻഡേഷനോടെ പ്രസൻറ്റ് ചെയ്യണം. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഗവർണറുടെ റെക്കമെൻഡേഷൻ കമ്പൽസറി ആണ്. പിന്നെ പറയുന്നത് ജുഡീഷ്യൽ പവർ, അത് ആർട്ടിക്കിൾ 161 പറയുന്നത്. ആർട്ടിക്കിൾ 161 പ്രകാരം ഗവർണർ പാർഡൺ, റിപ്രൈവ്, റെസ്പൈറ്റ്, റിമിഷൻ, പിന്നെ സസ്പെൻഷൻ, കമ്മ്യൂട്ടേഷൻ ചെയ്യാം. ഡെത്ത് സെൻറ്റൻസ് പാർഡൺ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 270 പ്രകാരം ഹൈക്കോടതി ജഡ്ജസ് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രസിഡൻറ്റ് ഗവർണറിനെ കൺസൾട്ട് ചെയ്യും. ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഹൈക്കോടതി കൺസൾട്ടേഷനോടെ അപ്പോയിൻറ്റും പോസ്റ്റും പ്രൊമോട്ടും ചെയ്യും. ഇനിയാണ് ഇമ്മ്യൂണിറ്റി ഓഫ് ഗവർണേഴ്സ്. ഇമ്മ്യൂണിറ്റി ഓഫ് ഗവർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് ഒഫീഷ്യൽ ആക്ടിന് ലീഗൽ ലൈബിലിറ്റി ഇല്ല. ഓഫീസിലിരിക്കുമ്പോൾ ക്രിമിനൽ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ 2 months നോട്ടീസ് വേണം. ഇനി ഇമ്പോർട്ടൻറ്റ് കേസ് ലോയാണ് ഹർഗോവിന്ദ് പാൻ വേഴ്സസ് രാഗ്മുഗൾ തിലക് 1979 കേസാണ്. ഗവർണർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി അല്ല, ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി ആണ്. പിന്നെ ഷംഷർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1974 കേസാണ്. ഗവർണർ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ജനറലി ആക്ട് ചെയ്തത്. റേബിയ വേഴ്സസ് ഡെപ്യൂട്ടി സ്പീക്കർ 2016 കേസാണ്. ഗവർണർ അസംബ്ലി പ്രൊസീഡിങ്സിൽ ആർബിട്രറി ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റില്ല. BP സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2010 കേസാണ്. പ്രസിഡൻറ്റ് ഗവർണറിനെ റിമൂവ് ചെയ്യാം, പക്ഷേ ആർബിട്രറി റിമൂവൽ ആക്കരുതെന്നാണ് ഈ കേസിൽ പറയുന്നത്. ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഗവർണറിൻ്റെയും കൺക്ലൂഷനാണ്.
ഗവർണർ സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നത്. പക്ഷേ ജനറൽ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസ് പ്രകാരം ആക്ട് ചെയ്യുന്നു. ഗവർണർ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഫെഡറൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയാണ് എന്നാണ് ഈ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്താണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 52 തുടങ്ങി 78 വരെയുള്ളതാണ് പറയുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. പ്രസിഡൻറ്റ് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യയുമാണ്. പ്രസിഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നോമിനൽ അല്ലെങ്കിൽ ഡി ജൂറി ഹെഡാണ്. റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്ററുമാണെന്നാണ് യൂസ് ചെയ്യുന്നത്. പാർട്ട് 5 ആർട്ടിക്കിൾ 52 തുടങ്ങി 78 യൂണിയൻ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ യൂണിയൻ എക്സിക്യൂട്ടീവ്സിലുള്ളവർ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അറ്റോർണി ജനറൽ. ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 52, അതായത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആവണം. പിന്നെ 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ ദ പ്രസിഡൻറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്. പിന്നെ ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 58 പറയുന്നത് പ്രസിഡൻ്റ് ആവാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ലോകസഭാ മെമ്പർ ആവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യരുത്. പിന്നെ എലക്ഷൻ ആർട്ടിക്കിൾ 54 ആൻഡ് 55 ആണ്. അതായത് പ്രസിഡൻറ്റിനെ ജനങ്ങൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്നതല്ല. ഇലക്ട്രൽ കോളേജിൽ ഉള്ളവർ ലോകസഭ എലക്റ്റഡ് മെമ്പേഴ്സ് പ്രസിഡൻറ്റിനെ ജനങ്ങൾ ഡയറക്റ്റായിട്ടല്ല എലക്ട് ചെയ്യുന്നത്. ഇലക്ട്രൽ കോളേജിൽ ഉള്ളവർ ലോകസഭ എലക്റ്റഡ് മെമ്പേഴ്സ്, രാജ്യസഭ എലക്റ്റഡ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്റ്റഡ് മെമ്പേഴ്സ്, ഡൽഹി പോഞ്ചേരി ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്റ്റഡ് മെമ്പേഴ്സ്. എലക്ഷൻ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷനും സിംഗിൾ ട്രാൻസ്ഫർ വോട്ടും വഴിയാണ് സെലക്ട് ബാലറ്റിൽ നടക്കുന്നത്. എലക്ഷൻ ഡിസ്പ്യൂട്ട് സുപ്രീം കോർട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഓത്ത് ആർട്ടിക്കിൾ 60 പറയുന്നത്. ഓത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് അസ്യൂം ചെയ്യുന്നതിന് മുൻപ് പ്രസിഡൻറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മുന്നിൽ ഓത്ത് എടുക്കണം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ് ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. ടേം ഓഫ് ഓഫീസ് ആർട്ടിക്കിൾ 56 പറഞ്ഞത്. ടേം 5 years ആണ്. വൈസ് പ്രസിഡൻ്റാണ് റിസൈനേഷൻ കൊടുക്കുന്നത്. വീണ്ടും എലക്ട് ചെയ്യപ്പെടാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്താൽ ആർട്ടിക്കിൾ 61 പ്രകാരം ഇംപാച്ച്മെൻറ്റ് വഴി റിമൂവ് ചെയ്യാം. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്. പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ, അറ്റോർണി ജനറൽ, CAG, കൺട്രോളർ, ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷണർ, UPSC ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്, ഫിനാൻഷ്യൽ കമ്മീഷൻ, ഗവർണേഴ്സ്, നാഷണൽ കമ്മീഷൻ മെമ്പേഴ്സ്, യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ. എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസിനെ പ്രസിഡൻറ്റിൻ്റെ നെയിമിലാണ് നടക്കുന്നത്. ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് പാർലമെൻറ്റ് ഇൻറ്റഗ്രൽ പാർട്ടാണ്. പ്രസിഡൻറ്റ് പാർലമെൻറ്റ് സമൺ ചെയ്യും, സെഷൻ പോർവ്യൂ ചെയ്യും, ലോകസഭ ഡിസോൾവ് ചെയ്യും, പാർലമെൻറ്റ് അഡ്രസ്സ് ചെയ്യും, രാജ്യസഭയിൽ 12 മെമ്പേഴ്സ് നോമിനേറ്റ് ചെയ്യും, ബില്ലിന് ആക്സെൻറ്റ് നൽകും, ഓർഡിനറി ബില്ല് റീകൺസിഡറേഷൻ തിരിച്ചയക്കും, മണി ബില്ല് തിരിച്ചയക്കാനും പറ്റില്ല. പിന്നെ പാർലമെൻറ്റ് സെഷൻ അല്ലാത്തപ്പോൾ ആർട്ടിക്കിൾ 123 പ്രകാരം ഓർഡിനറി ഇഷ്യൂസ് ചെയ്യാം. പിന്നെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രസിഡൻറ്റ് റെക്കമെൻഡേഷൻ വേണം. ബഡ്ജറ്റ് പ്രസിഡൻറ്റിൻ്റെ നെയിമിൽ പ്രസൻറ്റ് ചെയ്യുന്നു. 5 വർഷത്തിൽ ഒരിക്കൽ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ കണ്ടിജൻസി ഫണ്ട് പ്രസിഡൻറ്റ് കൺട്രോളിലാണ്. ഇനി ജുഡീഷ്യൽ പവേഴ്സ് ആർട്ടിക്കിൾ 72 പറയുന്നത്
പ്രസിഡന്റ് സുപ്രീം കോർട്ടിന് ഹൈക്കോടതിയും ജഡ്ജസ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോർട്ട് ഒപ്പീനിയൻ ചോദിക്കാം. ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റിന് പാർഡൺ പവർ ഉണ്ട്. ഇത് ആപ്ലിക്കബിൾ ആവുന്നത് യൂണിയൻ ലോ ഒഫൻസസ്, കോർട്ട് മെറ്റീരിയൽ കേസസ്, ഡെത്ത് സെൻറ്റൻസസിലാണ്. ടൈപ്പ് ഓഫ് പാർഡണിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഡൺ പണിഷ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യും. കമ്മ്യൂട്ടേഷൻ പണിഷ്മെൻറ്റ് ലൈറ്റർ പണിഷ്മെൻ്റ് ആകുന്നു. റീമിഷൻ പണിഷ്മെൻറ്റ് പീരീഡ് കുറയ്ക്കുന്നു. റെസ്പൈറ്റ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ പണിഷ്മെൻറ്റ് കുറയ്ക്കുന്നു. പിന്നെ റിപ്രൈവ് ഡെത്ത് സെൻറ്റൻസ് എക്സിക്യൂഷൻ ടെമ്പററി പോസ്റ്റ്പോൺ ചെയ്യുന്നു. പിന്നെ മിലിറ്ററി പവേഴ്സ് പ്രസിഡന്റ് ആർമഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡറാണ്. ആർമി, നേവി, എയർഫോഴ്സ് ചീഫ് അപ്പോയിൻറ്റ്സ് ചെയ്യും. വാർ ഡിക്ലെയർ ചെയ്യാനും പീസ് ട്രീറ്റ് ചെയ്യാനും കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ് ഉണ്ട്. ഇന്ത്യനെ ഇൻ്റർനാഷണൽ ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി എമർജൻസി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് 3 ടൈപ്പ് എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, പ്രസിഡന്റ് റൂള് ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഇമ്പോർട്ടൻ്റ് ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പ്രസൻറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദ്രൗപദി മുർമു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യറി, മിലിറ്ററി, എമർജൻസി പവർ വഴി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്മൂത്തായി പ്രവർത്തിക്കാൻ പ്രസിഡന്റ് വളരെ പ്രവർത്തനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. അടുത്ത ഇതാണ് പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചറും ആണ്. ഇത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സ്പെഷ്യൽ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ആദ്യം എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്റിന് കൂടുതൽ റോളുണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് വഴി കൊളീഗ് സിസ്റ്റം വന്നു. ഇപ്പോൾ അപ്പോയിൻമെൻറ്റിൽ ജുഡീഷ്യറിക്ക് ആണ് പ്രാധാന്യം, ജുഡീഷ്യറി പ്രൈമസി. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആർട്ടിക്കിൾ 124 സുപ്രീം കോർട്ട് ജഡ്ജസ്, അതായത് സുപ്രീം കോർട്ട് ജഡ്ജസിനെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോയിൻമെൻറ്റിന് മുൻപ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവശ്യമുള്ള വേറെ ജഡ്ജസിനെയും കൺസൾട്ട് ചെയ്യണം. ആർട്ടിക്കിൾ 124 ക്ലോസ് 4 സുപ്രീം കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം. അതും ഇംപാച്ച്മെൻറ്റ് പ്രൊസീജിയർ വഴിയാണ്. പിന്നെ ആർട്ടിക്കിൾ 124 ക്ലോസ് 5 ഇംപാച്ച്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെ നടത്തണമെന്നും പാർലമെൻറ്റ് ലോ ഉണ്ടാക്കുന്ന വഴി 124 ക്ലോസ് 5 അതോറിറ്റിയിലാണ് നൽകുന്നത്. പിന്നെ ആർട്ടിക്കിൾ 124 ക്ലോസ് 6 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത ശേഷം സുപ്രീം കോർട്ട് ജഡ്ജ് ഇന്ത്യയിലെ ഒരു കോർട്ടിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് ആർട്ടിക്കിൾ 270 പറയുന്നത് ആർട്ടിക്കിൾ 270 ക്ലോസ് 1 പറയുന്നത് ഹൈക്കോർട്ട് ജഡ്ജസിനെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോയിൻമെൻറ്റിന് മുൻപ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഗവർണർ, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് വരെ കൺസൾട്ട് ചെയ്യണം. ആർട്ടിക്കിൾ 217 ക്ലോസ് 2 വരുന്ന അപ്പോയിൻമെൻറ്റിന് മിനിമം 10 ഇയേഴ്സ് ജുഡീഷ്യൽ സർവീസ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് അഡ്വക്കേറ്റ് പ്രാക്ടീസ് വേണം. പിന്നെ ആർട്ടിക്കിൾ 217 ക്ലോസ് 3 പറയുന്നത് ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ ഏജ് സംബന്ധിച്ച് ഡിസ്പ്യൂട്ട്സ് ആർട്ടിക്കിൾ 217 ക്ലോസ് 3 ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 217 ക്ലോസ് 4 ഹൈക്കോർട്ട് ജഡ്ജസ് റിമൂവൽ പ്രൊസീജിയർ സുപ്രീം കോർട്ട് ജഡ്ജസിനെ പോലെ തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ആർട്ടിക്കിൾ 222 പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ഒരു ഹൈക്കോർട്ടിൽ നിന്ന് മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതിനു മുൻപ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ കൺസൾട്ട് ചെയ്യണം. ഇനി എവല്യൂഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് കേസാണ് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കോർട്ട് പറഞ്ഞത് കൺസൾട്ടേഷൻ എന്നാൽ ഒക്യൂറൻസ് എഗ്രിമെൻ്റ് അല്ല. അപ്പോയിൻമെൻറ്റിൽ ഗവർണൻസ് എക്സിക്യൂട്ടീവിന് ആണ് കൂടുതൽ പവർ എന്ന് പറയുന്നു. സെക്കൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ ഫസ്റ്റ് ജഡ്ജസ് കേസിനെ ഓവർറൂൾ ചെയ്ത്
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പീനിയൻക്ക് ആണ് പ്രാധാന്യം എന്ന കോട്ട് പറഞ്ഞ് ഇതോടെ കൊളീഗ് സിസ്റ്റം വന്നു. തേർഡ് ജഡ്ജ് കേസാണ് ഇൻ പ്രസിഡൻഷ്യൽ റെഫറൻസ് 1998 ഉള്ള കേസ്. സുപ്രീം കോർട്ട് പറഞ്ഞ കൊളീഗും ചീഫ് ജസ്റ്റിസും ഓഫ് ഇന്ത്യയിലും 4 സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഉണ്ടാവണം എന്നാണ് പറയണത്. പിന്നെ പറയണ പ്രൊസീജിയേഴ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ്. സുപ്രീം കോർട്ട് ജഡ്ജാണ് ആദ്യം, അതായത് അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസുമായി കൺസൾട്ട് ചെയ്ത് റെക്കമെൻഡേഷനേക്കാളും അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയക്കും. സുപ്രീം കോർട്ട് ജഡ്ജസിലെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസുമായി കൺസൾട്ട് ചെയ്ത് റെക്കമെൻഡേഷൻ നൽകും. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയക്കും. ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ ചോദിക്കും. പക്ഷേ കൊളീഗ് ഡിസിഷൻസ് ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. അവസാനം പ്രസിഡൻ്റ് അപ്പോയിൻമെൻറ്റ് നടത്തും. പിന്നെ ഹൈക്കോർട്ട് ജഡ്ജസ് രണ്ടാമത്തെ ഇതാണ് ഹൈക്കോർട്ട് ജഡ്ജസ്. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് 2 സീനിയർ ജഡ്ജസുമായി കൺസൾട്ട് ചെയ്ത് നെയിംസ് റെക്കമെൻഡ് ചെയ്യും. അത് സ്റ്റേറ്റ് ഗവർണറിനും കാണും. പിന്നെ സുപ്രീം കോർട്ട് കൊളീഗ് അപ്രൂവ് ചെയ്യും. അതിനുശേഷം യൂണിയൻ ഗവൺമെൻറ് വഴി പ്രസിഡൻ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യും. പിന്നെ കീ ഫീച്ചേഴ്സാണ് പറയുന്നത്. കീ ഫീച്ചേഴ്സ് ഓഫ് ദ കൊളീഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കൊളീഗും സിസ്റ്റം ഇപ്പോഴത്തെ കൊളീഗൽ സിസ്റ്റം ജുഡീഷ്യറിക്കാണ് പ്രധാനമായി നൽകുന്നത്. അത് ജുഡീഷ്യർ ഇൻഡിപെൻഡൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റ് മെൻഷൻ ഇല്ല. കോർട്ട് ജഡ്ജ്മെൻറ്റ് വഴിയാണ് വന്നത്. ട്രാൻസ്പെറൻസി ഉണ്ടെന്ന് ക്രിറ്റിസിസം ഉണ്ട്. ക്രിട്ടിക്കൽ അനലൈസസ്. കൊളീഗ് സിസ്റ്റം ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നു. ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് കുറയും. പക്ഷേ ട്രാൻസ്പെറൻസി കുറവും. ക്ലിയർ സെക്ഷൻ സർട്ടേൻ ഇല്ല. അപ്പോയിൻമെൻറ്റ് ഡിലേ, ഫേവറിസ് അലിഗേഷൻസ് എന്നിവ ക്രിറ്റിസംസ്. കൊളീഗ്സിനെ റീപ്ലേസ് ചെയ്യാൻ NJC കൊണ്ടുവന്നു. പക്ഷേ 2015 സുപ്രീം കോർട്ട് അത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ വയലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കി. ലാൻഡ്മാർക്ക് കേസാണ് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസുകളാണ്. ഇനി കൺക്ലൂഡ് ചെയ്യണം. വേറൊരു കേസുണ്ട്. സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. NJC കേസ്. NJC ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നതുകൊണ്ട് സുപ്രീം കോർട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ത്യയിലെ ജഡ്ജസ് അപ്പോയിൻമെൻറ്റ് എക്സിക്യൂട്ടീവ് ഡോമിനൻസിൽ നിന്ന് ജുഡീഷ്യൽ പ്രൈമസിലേക്ക് ഇൻവോൾവ് ചെയ്ത് ആർട്ടിക്കിൾ 124 217 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നൽകുന്നു. ലാൻഡ്മാർക്ക് ജഡ്ജസ് വഴി കൊളീഗ്സും സിസ്റ്റംസും വന്ന് അത് ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ ട്രാൻസ്പെറൻസി ഒരു അക്കൗണ്ടബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ റീഫോംസ് ആവശ്യമാണെന്ന് ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്രിട്ടിക്കൽ എക്സാമിൻ ഹൗ ഫാർ ദ ഇൻഡിപെൻഡൻസ് of the judiciary safeguards under Indian constitution. Discuss the provision relation to the appointment of judges in high court. ഇത് ഇമ്പോർട്ടൻറ്റ് കേസാണ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറൻസ് കൈൻഡ് ഓഫ് ജുഡീഷ്യൻ എക്സൈസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചേക്കുന്നതാണ് ഡിസ്കസ് ദ കൺസെപ്റ്റ് discuss the concept of consultation and collegium for appointment of judges of Supreme Court and High Court. ഇതൊക്കെ ചോദിച്ച് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.